തൃശൂരിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കെ.പി.സി.സി പൂഴ്ത്തിയ അന്വേഷണ റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസിന്. കെ.പി.സി.സി നേതൃത്വത്തിന് മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായതായ റിപ്പോർട്ട്. ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, എം.പി. വിൻസെന്റ്, അനിൽ അക്കര എന്നിവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശം. ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചെയ്യുന്നുണ്ട്. സാനു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലുണ്ടായ പരാജയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കെ.പി.സി.സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് കെ.പി.സി.സിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. അതായത് കെ മുരളീധരന്റെ പരാജയത്തിന് കെ.പി.സി.സിക്കും പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ 30 പേജുള്ള റിപ്പോർട്ടിന്റെ ഏതാനും ചില പേജുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുൻ എം പി ടി.എൻ. പ്രതാപന്റെ പ്രവർത്തനം ചില മണ്ഡലങ്ങളിൽ മാത്രം, അതായത് ഗുരുവായൂരും മണലൂരും മാത്രമായി ഒതുങ്ങി. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പരാജയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റികൾ, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നടക്കമുള്ള ഗുരുതര വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോൺഗ്രസ് ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു. അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അനിൽ അക്കര ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന് കാട്ടി ഫേസ്ബുക്കിൽ ഏതാനും മണിക്കൂറുകൾ മുമ്പ് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട്. ശരി സാനു, തൃശൂരിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് കെ.പി.സി.സി പൂഴ്ത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചത്. കെ.പി.സി.സി നേതൃത്വത്തിന് മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, എം.പി. വിൻസെന്റ്, അനിൽ അക്കര എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്.